നമസ്കാരം. ഡബ്ലിൻ മല്ലു വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സിറ്റി ടൂറാണ് ചെയ്യാൻ പോണത് കേട്ടോ. രാവിലെ നമ്മൾ ഒന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് നമ്മളൊന്ന് പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പം ഇന്ന് പ്രത്യേകിച്ചൊരു പ്രീ പ്ലാനിങ് കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റായിട്ട് സിറ്റിയിൽ പോവുക, വരുന്ന വെച്ച് കാണുക, അല്ലെങ്കിൽ അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയാണ്. അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലുണ്ട്. സോ അത് എത്രമാത്രം എന്താ പറയുക ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും നമുക്കറിയത്തില്ല. പക്ഷെ എന്നാൽ കൂടിയും എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഡബ്ലിൻ മല്ലു വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട്, ലൈക്സ് എല്ലാം തന്ന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. അപ്പം ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് പോയിട്ട് വാച്ച് ചെയ്യുക, എൻജോയ് ചെയ്യുക. നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാവുന്ന രീതിയിലുള്ള കുറേ നല്ല നല്ല ടോപ്പിക്സുകളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുക കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ അപ്പോൾ നമുക്ക് സിറ്റിയിൽ വെച്ചിട്ട് കാണാം. ഓക്കെ. അപ്പം അങ്ങനെ സിറ്റിയിലേക്ക് രാവിലെ പോകാൻ വേണ്ടിയിട്ട് ബസ് നോക്കി നിൽക്കുന്ന നമ്മളെ ഇടമാണ് കേട്ടോ. അത് ഇവിടെ ഞാൻ നമ്മുടെ അങ്ങോട്ട് പോകാനുള്ള ബസ് ഇവിടെയാണ് വരുന്നത്. സോ ഞാനിപ്പം എല്ലാ ദിവസവും കയറുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നല്ല ഇന്ന് കയറിയത്. ഇന്ന് വേറൊരു ബസ് സ്റ്റോപ്പിൽ നിന്നാണ്, തൊട്ടടുത്ത് തന്നെയുള്ള വേറെ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് കയറിയത്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ബസ് വരാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബസ് വന്നു. ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എനിക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ബസ്സിൽ വളരെ കുറച്ച് ആളുകളുണ്ടായിരുന്നു, അവിടെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ബസ്സൊക്കെ കിട്ടി കേട്ടോ. സിറ്റിയിലേക്ക് പോകാനുള്ള ബസ്സൊക്കെ കിട്ടി. എന്താ പറയുക, 2:30-ക്കുള്ള ബസ്സാണ് കിട്ടിയത് ആക്ച്വലി. സോ അങ്ങനെ സിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാലൻസ് ചെയ്യണം. ഇന്നെനിക്ക് തോന്നുന്നു അവധി ദിവസം ആയതുകൊണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഒരുപാട് കാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റോഡിൽ. ഇപ്പം ഞങ്ങൾ പോകുന്നിടത്ത് തന്നെയാണെന്നെങ്കിലും ഞങ്ങളുടെ ആ ഭാഗത്ത് ഫുള്ള് ബ്ലോക്കായിരുന്നു. ഒരുപാട് സമയം കൊണ്ടാണ് റോഡ് ക്രോസ് ചെയ്ത് കയറിയത് ആക്ച്വലി. അപ്പം എന്തുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. എനിക്കതിന് റോഡ് വർക്ക് നടക്കുമായിരുന്നു, അതെയോ അവധിയായിരുന്നുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല. നല്ല തിരക്കായിരുന്നു റോഡിൽ കേട്ടോ. ഇത് ഏകദേശം നമ്മുടെ നസ്രത്തിൻ്റെ അടുത്താണ് ഈ ഒരു സ്ഥലം. പിന്നെ ഡോണിക്കാർണി ചർച്ച് ഇതൊക്കെയാണ്. ഈ കാണുന്ന ഫെയർഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ സാധാരണ പോകാറുള്ളൊരു ഏരിയ ആണ്. സോ ഇതിനു മുമ്പ് പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ ഒരു ഏരിയ ആണ് കേട്ടോ. നല്ലൊരു പാർക്കുണ്ട് അവിടെ ആക്ച്വലി അടുത്ത സൈഡിൽ. അടിപൊളി പാർക്കാണ്. ഒത്തിരി മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള വളരെ വലിയൊരു പാർക്കാണ്. സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ബ്രിഡ്ജ് ഉണ്ട്, അങ്ങോട്ട് ഓറഞ്ച് ബ്രിഡ്ജ് ഉണ്ട്. ഇവിടെ ഞാൻ ഈ ഒരു ഭാഗത്ത് സാധാരണ നമ്മൾ ഈ എന്താ പറയുക സെക്കൻഡ് ഷോപ്പിലൊക്കെ ഞാൻ ഇടയ്ക്ക് പോകാറുള്ള ഒരു സ്ഥലമാണ് ഫെയർഫീൽഡ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സിറ്റി സ്ട്രീറ്റിലേക്ക് എത്തി. ഏകദേശം നമ്മൾ കൊണോളി സ്റ്റേഷൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പം ഇത് അവിടുത്തെ ഒരു വലിയൊരു ഓഫീസാണ് കേട്ടോ. ഒത്തിരി നിലയുള്ള ബിൽഡിങ്ങുകൾ കുറവാണ് ഇവിടെ. പക്ഷേ എങ്കിൽ കൂടിയുള്ള ഒരു ബിൽഡിങ്ങിൽ വലിയൊരു ബിൽഡിങ്ങാണ് ഈ ഒരു ബിൽഡിങ്. അപ്പം അങ്ങനെ നമ്മൾ സിറ്റിയുടെ അടുത്തേക്ക് തന്നെ സിറ്റി സ്ട്രീറ്റിലേക്ക് കിടക്കുവാണ്. നല്ല അന്തരീക്ഷമായിരുന്നു ഞാൻ പോയ സമയത്ത്. നല്ല അടിപൊളി സ്കൈ ആയിരുന്നു. നല്ല സണ്ണി ബ്ലൂ വൈറ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പെട്ടെന്നാണ് ആക്ച്വലി ചേഞ്ച് ചെയ്തത് കേട്ടോ, മഴയൊക്കെ ആയിട്ട് പിന്നെ വന്നത് കഴിഞ്ഞ്. അപ്പം നമ്മൾ ഏകദേശം സിറ്റി സ്ട്രീറ്റിലേക്ക് അടുക്കാറായി. ഈ ഒരു ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് നമ്മളിങ്ങനെ പോകുന്നത്. കൊണോളി സ്റ്റേഷനിലാണ് ഇപ്പോൾ ഇടത് സൈഡിൽ കാണുന്നത്. അപ്പം അതിൻ്റെ ഇപ്പുറത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ വഴി കയറിയിട്ടാണ് നമ്മളിങ്ങനെ സിറ്റി സ്ട്രീറ്റ്സിലേക്ക്, മെയിൻ സ്ട്രീറ്റിലായ നമ്മുടെ കോണം സ്ട്രീറ്റിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ബസ്സുകൾ വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സുകൾ സാധാരണ ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് പോകാറ് സാധാരണ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ സിഗ്നലിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ സിഗ്നലിൽ നിന്ന് റൈറ്റ് എടുത്ത് നമ്മൾ കയറുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ സിറ്റിയിലെ സ്ട്രീറ്റിലേക്ക്, അപ്പോൾ കോണം സ്ട്രീറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് കയറുകയാണ്. ഇവിടെ നമുക്കൊരു ഏഷ്യൻ ഷോപ്പുണ്ട് വലത് സൈഡ് കാണുന്നത്. വലത് സൈഡിൽ ഒരു വലിയൊരു ഷോപ്പുണ്ട്. അവിടെ നമ്മൾക്ക് ഉള്ള എല്ലാ മസാലകൾ കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. ഞാൻ അവിടെ പോയിട്ടില്ല, പക്ഷേ കേട്ടിട്ടുണ്ട്. ഇനി ഒരിക്കലും പോകണം. ഇത് നമ്മുടെ ട്രെയിൻ കടന്നു പോകുന്ന സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു എന്താ പറയുക ഒരു ഓവർ ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒക്കോണൽ സ്ട്രീറ്റിൻ്റെ ഭാഗത്തേക്കാണ് ചെന്ന് കയറുന്നത്. അപ്പം മറ്റേ ഭാഗത്തോട് പോകുമ്പോൾ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്ത് പോകുന്നത്. നിങ്ങൾക്ക് സ്ട്രീറ്റിൽ അങ്ങേറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം നമ്മുടെ ഡബ്ലിൻ്റെ ഏറ്റവും വലിയൊരു മാസ്റ്റർ പീസായ ആ ഒരു ഉയർന്നു നിൽക്കുന്ന സാധനം. അതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, പെട്ടെന്ന് മറന്നുപോയി. അപ്പം അതാണ് ആ സ്ട്രീറ്റിന് അങ്ങേറ്റത്ത് ഉയർന്നു നിൽക്കുന്നത് കേട്ടോ. ഒരു വലിയ ബീം പോലുള്ള ഒരു സാധനമാണ്. അതിന് വേറൊരു പേരുണ്ട്, ഡബ്ലിൻ എന്തോ ഒരു പേരുണ്ട്, മറന്നു പോയതാണ്. അപ്പോൾ ആ സാധനമാണ് ആ ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് എത്താൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കാണുന്ന സ്ഥലത്ത് മുടിവെട്ടുകടയുണ്ട്. അവിടെ പോയി മുടിവെട്ടാണ് എന്നൊക്കെ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അവിടെ റേറ്റ് കൂടുതലാണ് ആക്ച്വലി. അതുകൊണ്ട് ഞാൻ അവിടെ വെട്ടിയില്ല. നമ്മൾ സാധാരണ അടുത്ത് വെട്ടാണെന്ന് വിചാരിച്ച് തിരിച്ച് പോരുമായിരുന്നു.
അങ്ങനെ നമ്മൾ സിറ്റി സ്ട്രീറ്റ്സ് നടന്ന് പോവുകയാണ്. നമ്മൾ ഏകദേശം പണ്ടത്തെ വീഡിയോയിൽ കണ്ടിട്ടുള്ള നമ്മുടെ ഇപ്പം എന്താ പറയുക ഡബ്ലിൻ പോർട്ടിൽ ഉള്ള ഒരു ഇടമാണത്. ഞാൻ ആദ്യം പറഞ്ഞ ആ സ്ട്രക്ചറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഡബ്ലിൻ പോർട്ടിലുള്ളത്. അവിടെ ഡബ്ലിൻ പോർട്ടിൽ ഇപ്പോഴും ആക്റ്റീവാണ്. പക്ഷെ ഞാനത് നേരത്തെ കാണിച്ചുകൊണ്ട് കാണിച്ചില്ല. പിന്നെ ആളുകൾ അവിടെ നിന്ന് സിങ് ചെയ്യുന്നുണ്ട്, ആളുകൾ ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ കുറേ പേര് ഷോപ്പിംഗ് കഴിഞ്ഞ് പോകുന്നു. അങ്ങനെ നല്ലൊരു ഡേ ആണ്. ഒരുപാട് ആളുകൾ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. അപ്പം ഈ കാണുന്ന ഡബ്ലിൻ പോർട്ടിലൂടെ പോലീസുകാർ കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. ആളുകൾ കുറേ പേര് ഹലോ പറയുന്നുണ്ട് ഡബ്ലിൻ പോർട്ടിലൂടെ. ഇനി നമ്മൾ കോർണൽ സ്ട്രീറ്റിലേക്ക് നമ്മളിപ്പോൾ ജസ്റ്റ് കയറാൻ പോവാണ് കേട്ടോ. നല്ല രസമാണ്, നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നു. പിള്ളേരൊക്കെ സ്കേറ്റൊക്കെ ഉപയോഗിച്ച് മീൻസ് നമ്മുടെ ബൈക്കൊക്കെ ഉപയോഗിച്ച് പോകുന്നുണ്ട്. അങ്ങനെ മെയിൻ സ്ട്രീറ്റിലേക്ക് കിടന്നു. ഇതേ കാണുന്ന ബിൽഡിംഗ്, ആ വലിയ ബിൽഡിംഗ്, പച്ച ബസ്സിൻ്റെ താഴെ കാണുന്ന ബിൽഡിംഗാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ്. അതിന് വേറൊരു പേരും കൂടെ ഉണ്ട് ആ ബിൽഡിങ്ങിന്. ഒത്തിരി പഴയ ബിൽഡിങ്ങാണ്. എല്ലാ ബിൽഡിങ്ങുകളും 1800 സംതിങ്ങിലൊക്കെ ഉള്ള ബിൽഡിങ്ങുകളാണ്. ഒത്തിരി ട്രഡീഷണൽ ആൻഡ് ഓൾഡ് ബിൽഡിങ്ങാണ്. ഇതാണ് നമ്മുടെ മെയിൻ സ്ട്രീറ്റ്. ഇപ്പോൾ ഞാൻ നടന്നു പോകുന്ന ഭാഗം ആളുകൾക്ക് നടക്കാനുള്ള ഏരിയയാണ്. അതിന് രണ്ട് വശത്തൂടെയാണ് ബസ്സുകൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒക്കോണൽ സ്ട്രീറ്റിലൂടെ നമ്മൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഭാഗങ്ങളിൽ ട്രാംസ് ഇല്ല, അല്ലാത്ത ഭാഗങ്ങളിൽ നമുക്ക് ട്രാംസ് ഉണ്ട്. ഞാൻ ആ ഒരു സ്ട്രക്ചർ കുറച്ചും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് പിടിച്ചെടുത്തത്. അതിൻ്റെ ഫുള്ള് കാണാം, കണ്ടില്ലേ? നല്ല ബിൽഡിങ്ങുകൾ, പച്ചപ്പ് ഒക്കെ ആയിട്ടാണ് സിറ്റിയുടെ ഉള്ളിൽ തന്നെ. രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് കഴിഞ്ഞ് മുന്നോട്ട് നമ്മൾ നമ്മുടെ ഒക്കോണൽ ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്തേക്കുള്ള വഴികളാണ് നടന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. ട്രെയിൻ നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ്. ഫുൾ ഇലകളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നല്ല ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഇതുണ്ട്. അത് ട്രാംസ് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ആ വഴിക്ക് ട്രാംസ് ഉണ്ട് കേട്ടോ. സോറി എനിക്ക് തോന്നുന്നു സ്ട്രെയിറ്റ് ആയിട്ടും ട്രാം കടന്നു പോകുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വേറൊരു എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നമ്മുടെ റെഡായിട്ടുള്ള ഒരു ട്രാം, നല്ല രസമുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് കിട്ടിയപ്പോൾ പെട്ടെന്ന് പിടിച്ചതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നടന്നു പോകുന്ന താഴത്തേക്കാണ്, നമ്മുടെ ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്കാണ് നടന്നു പോകുന്നത്. അങ്ങോട്ട് നടന്നു പോകുന്ന വഴിയാണിത്. അപ്പോൾ അവിടെ നല്ലൊരു സെറ്റപ്പ് ഒരു ബൈക്കാണ്, അടിപൊളിയല്ല ബുള്ളറ്റ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കുറേ അധികം ഉണ്ട് പല ഏരിയാസിലും. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു സിറ്റി സെൻറ്ററിൻ്റെ ഒരു ഭാഗം. ആക്ച്വലി നമ്മുടെ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള ഭാഗമാണ്. ഇവിടെയായിരുന്നു ഞാൻ നമ്മുടെ ആബീസ് വാക്ക് എന്നാണ് പറഞ്ഞത്. ആബീസ് വാക്കല്ല, ബാച്ചിലേഴ്സ് വാക്ക്. ഈ കാണുന്നതാണ് ബാച്ചിലേഴ്സ് വാക്ക്. ആ വഴിക്കായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് ഞാൻ വന്നിറങ്ങി കഴിഞ്ഞ സമയത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. ഇത് തൊട്ടടുത്താണ്, കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. ഇത് നമ്മുടെ ഹോപ്പ് ഓൺ ആൻഡ് ഹോപ്പ് ഓഫ് ബസ്. ഇവിടെ ഞാൻ പോയി കാര്യങ്ങളൊക്കെ ടിക്കറ്റൊക്കെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അപ്പം എന്താ പറയുക, ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് 25 യൂറോസ്, 32 യൂറോസാണ് ഏറ്റവും കുറഞ്ഞ ഇത്. നമുക്ക് 24 hours ട്രാവൽ ചെയ്യാം. അപ്പം നമ്മൾ ഇന്നിപ്പം ഒരു 9 മണിക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ 9 മണി വരെ നമുക്ക് ആ ബസ്സിൽ എവിടെ വേണമെങ്കിലും പോയി ട്രാവൽ ചെയ്യാം. എത്ര പ്രാവശ്യം വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. അപ്പം നമ്മൾ ഉടനെ തന്നെ ആ ഒരു ടൂർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. നല്ല രസമാണ്. സിറ്റി എല്ലാം അലങ്കരിച്ചിട്ടുണ്ട്, പൂക്കളൊക്കെ വെച്ച് നല്ല ഭംഗിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കാര്യങ്ങളെല്ലാം മാറിയിട്ട് ഒടുക്കത്ത മഴ. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ മര്യാദയ്ക്കൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ കാണിക്കാനോ ഒന്നും പറ്റിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ നിരാശനായിട്ട് തിരിച്ച് മടങ്ങേണ്ടതായിട്ട് വന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര അൺപ്രഡിക്റ്റബിളാണ്. പെട്ടെന്നായിരിക്കും ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത്, അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും മഴ വരുന്നത്, പെട്ടെന്നായിരിക്കും അതൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയിട്ട് പോകുന്നു.